ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത ആരാണ്? നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ആദ്യ വനിത മാഡം ക്യൂറിയാണ്. മാഡം ക്യൂറി. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടത് ആര്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത് വിനോബ ഭവെയാണ്. വിനോബ ഭവെ ആത്മീയ പിൻഗാമി. നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം? നോബൽ സമ്മാനം 1901 ആണ്. 1901. ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് എന്നത്? അവസ്ഥയുടെ പേര് സിഡറോസിസ്. ഏത് ധാതുവിൻ്റെ ആധിക്യം കാരണം ഉണ്ടാകുന്നതാണ് സിഡറോസിസ്? ഇരുമ്പാണ്. ഇരുമ്പ് കൂടുതലാകുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്. അടുത്ത ചോദ്യം, എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം? എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തത് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ചെരിവാണ്. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെ ചെരിവാണ് കാരണം. ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുദ്രാവാക്യമാണ് ശാസ്ത്രം സാമൂഹിക വിപ്ലവത്തിന് എന്നത്. കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദി ഏതാണ്? കർണാടകയിലെ വീരകമ്പ കുന്നുകളിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് എത്തുന്ന നദിയാണ് ഉപ്പളം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം ഏതാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിലാണ് തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്രം. ഒരു ഉരുക്കുസൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി. ഒരു ഉരുക്കുസൂചി ചുട്ടുപഴുപ്പിച്ചു, അതിനുശേഷം വായുവിൽ അതിനെ സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ് എന്നത്. അനീലിംഗ്. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം. ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം DNA ആണ്. നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം എത്രയാണ്? നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം 3 അവ ദൃഢപടലം, രക്തപടലം, റെറ്റീന എന്നിവ. നേത്രഗോളത്തിന്റെ പാളികളുടെ എണ്ണം എത്രയാണ്? 3. ദൃഢപടലം, രക്തപടലം, റെറ്റീന. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7 ആണ്. ഏപ്രിൽ 7. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധന. വർണ്ണാന്തത കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്ത് കണ്ടെത്തുന്നതിനുള്ള പരിശോധനയാണ്? വർണ്ണാന്തത. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത്. മാസ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാർസെക്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാർസെക്.
ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുന്നു. അപ്പം അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം എന്നത്. വിസരണം. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. ഹോർമോണിൻ്റെ പേര് പ്രൊജസ്റ്ററോൺ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. ആനമല വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്നു. പെൻലാൻഡൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? പെൻലാൻഡൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? നിക്കലിൻ്റെ അയിരാണ്. നിക്കൽ. ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. പ്ലാസ്മാവസ്ഥ. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിൻ്റെ പേര്? റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിൻ്റെ പേരാണ് ഫ്ലയർ. ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിൻ്റെ അവശിഷ്ടങ്ങൾ ഏത് ജില്ലയിലാണ് ഉള്ളത്? ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിൻ്റെ അവശിഷ്ടങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ. ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ച ഉത്സവം തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന മൃഗം ബ്ലാക്ക് ബക്കാണ്. ബ്ലാക്ക് ബക്ക്. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവത്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവത്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പാർത്ഥസാരഥി കമ്മിറ്റി. പാർത്ഥസാരഥി കമ്മിറ്റി. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവത്കരണം ശുപാർശ ചെയ്തതാണ് പാർത്ഥസാരഥി കമ്മിറ്റി. ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ലാക്കം വെള്ളച്ചാട്ടം. അപ്പോൾ ലാക്കം വെള്ളച്ചാട്ടം ഏത് ദേശീയോദ്യാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ്. ഫ്രീഡം ഓഫ് ഇൻഫോർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹമാണ് IRS-1A എന്നത്. IRS-1A ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം. PJ ആൻ്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ ഏതാണ്? PJ ആൻ്റണിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത സിനിമയാണ് നിർമ്മാല്യം. സിനിമയുടെ പേര് നിർമ്മാല്യം. ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം? ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് എസ്റ്റർ. സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? സോപ്പിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് TFM ആണ്. ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM. ടോട്ടൽ ഫാറ്റി മാറ്റർ. കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ആരാണ്? കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. ഡോക്ടർ പൽപ്പു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷമാണ് നീണ്ടു നിന്നത്? ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷമാണ് നീണ്ടു നിന്നത്? 190 വർഷമാണ്. 190 വർഷം. മലയാളത്തിൽ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? മലയാളത്തിൽ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നുമാണ്. തലശ്ശേരി.
ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജ്ജം ഏതാണ്? ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജ്ജമാണ് സൗരോർജ്ജം. ഭൂമിയുടെ ഉപരിതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് ഉപ്പള കായൽ. കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? പാറ്റ ഗുളികയായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് നാഫ്തലിൻ. നാഫ്തലിൻ. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല? ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല. കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. പെർട്ടുസീസ് എന്നറിയപ്പെടുന്ന രോഗം? പെർട്ടുസീസ്. വില്ലൻ ചുമയാണ് പെർട്ടുസീസ് എന്നറിയപ്പെടുന്നത്. വില്ലൻ ചുമ, പെർട്ടുസീസ്. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിൻ്റെ പേര് പോസ്റ്റ് ഓഫീസ് രചിച്ചത് രബീന്ദ്രനാഥ ടാഗോറാണ്. രബീന്ദ്രനാഥ ടാഗോറാണ് പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത്. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്തരൂപം ഏതാണ്? ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്നത് ഭരതനാട്യമാണ്. ഭരതനാട്യം. ബാരീസ് എന്നറിയപ്പെടുന്ന നദി? ബാരീസ് എന്നറിയപ്പെടുന്നത് പമ്പ നദിയാണ്. പമ്പ നദി. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് പ്രഖ്യാപിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയുടെ പേര് ജീവിതം ഒരു സമരം എന്നതാണ്. ജീവിതം ഒരു സമരം. ആരുടെ ആത്മകഥയാണ്? അക്കാമ ചെറിയാൻ. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി? ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് ശാന്തി പ്രസാദ് ജെയിൻ ആണ്. ശാന്തി പ്രസാദ് ജെയിൻ. ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത്? ഏഷ്യയുടെ നോബൽ എന്നറിയപ്പെടുന്നത് മക്സസെ അവാർഡാണ്. മക്സസെ അവാർഡ്. മനുഷ്യ ശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? വിറ്റാമിൻ ഡി നിർമ്മിക്കപ്പെടുന്നത് ത്വക്കിലാണ്. ത്വക്ക്. വിറ്റാമിൻ ഇയുടെ രാസനാമം? വിറ്റാമിൻ ഇ ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ എന്നത് വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ബ്യൂട്ടി വൈറ്റമിൻ വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത്. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്? ഡാർക്ക് സ്പോട്ട് ഏത് ഗ്രഹത്തിലാണ്? നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂൺ. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത്? ജാർഖണ്ഡ് രൂപവൽക്കരിച്ചത് ഏത് സംസ്ഥാനം വിഭജിച്ചിട്ടാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ബീഹാറാണ്. ബീഹാർ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ ചരമദിനമാണ്. ഡേറ്റ് എന്നത് കമൻറ്റ് ചെയ്യുക. ആരുടെ ചരമദിനമാണ് ഭീകരപ്രവർത്തന വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോസഭയാണ് ലോകസഭ. അധോസഭ ലോകസഭ. പട്ടുനൂൽ പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന മാംസ്യം? പട്ടുനൂൽ പുഴുവിൻ്റെ സിൽക്ക് ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്നത് സെറിസിൽ എന്ന മാംസ്യമാണ്. സെറിസിൽ. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില? മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില 4.2 കെൽവിൻ ആണ്. 4.2 കെൽവിൻ. അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി ഏതാണ്? അഞ്ചാം വേദം തിരുക്കുറലാണ്. തിരുക്കുറൽ. പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത് ഏത് പുഴയുടെ തീരത്തായിരുന്നു? മാമാങ്കം ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടത്തിയിരുന്നത്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാർഖണ്ഡ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി? നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2015 ജനുവരി 1. 2015 ജനുവരി 1. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്?
അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റാണ് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? മഹാപരിനിർവാണ ദിവസ്. മഹാപരിനിർവാണ ദിവസമായിട്ട് ആചരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനമാണ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്നത് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്ററാണ്. 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,032 അടി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം. ഒളിമ്പിക് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിൻ്റെ നിറം മഞ്ഞയാണ്. മഞ്ഞ. അടുത്ത ചോദ്യം, ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആരാണ്? ജാതി നാശിനി സഭ സ്ഥാപിച്ചത് സ്വാമിയാനന്ദ തീർത്ഥനാണ്. സ്വാമിയാനന്ദ തീർത്ഥൻ. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. ഗ്രാമ്പുവിന് യൂജിനോൾ എന്ന രാസവസ്തുവാണ് ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്നത്. യൂജിനോൾ. ബ്രിട്ടീഷുകാർ പീക്ക് 15 എന്ന് പേരിട്ടിരുന്ന കൊടുമുടി ഏത്? പീക്ക് 15 എവറസ്റ്റ് ആണ്. എവറസ്റ്റ്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ലെൻസുകൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിൻറ്റ് ഗ്ലാസ്. ഫ്ലിൻറ്റ് ഗ്ലാസ്. ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സമുദ്രതീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്? ഗുജറാത്താണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയി മാർട്ടിൻ ആണ്. ഫ്രാങ്കോയി മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ്. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാക്കുന്നത്. കമ്പനം. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് എന്നത്. ക്രയോജനിക്സ്. ശാസ്ത്രീയമായ മത്സ്യകൃഷി അറിയപ്പെടുന്നത്. ശാസ്ത്രീയമായ മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. പിസികൾച്ചർ. കണ്ണിൻ്റെ ഏതു ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? കണ്ണിൻ്റെ ഏതു ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? റെറ്റീനയിലാണ്. റെറ്റീന. മാവിൻ്റെ സസ്യശാസ്ത്ര നാമം. മാവിൻ്റെ സസ്യശാസ്ത്ര നാമമാണ് മാഞ്ചിഫറ ഇൻഡിക്ക എന്നത്. മാഞ്ചിഫറ ഇൻഡിക്ക. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് ആര്? ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് കൈകാര്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. വടക്കു നിന്നുള്ള കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ചുരം. വടക്കു നിന്നുള്ള കേരളത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ഇടമലക്കുടി പഞ്ചായത്ത്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ഉറുദു ആണ്. ഉറുദു. കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ ബ്ലോക്ക് പഞ്ചായത്താണ് പുഴയ്ക്കൽ. തൃശ്ശൂർ ജില്ലയിലെ പുഴയ്ക്കൽ. അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡ് ഏത്? അധ്യാപകരുടെ മികച്ച രചനയ്ക്ക് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്. ജോസഫ് മുണ്ടശ്ശേരി അവാർഡ്.
മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രൊമാറ്റിൻ ജാലികയാണ്. ക്രൊമാറ്റിൻ ജാലിക. ട്രാക്കികാർഡിയ എന്നാൽ എന്ത്? ട്രാക്കികാർഡിയ കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പാണ് ട്രാക്കികാർഡിയ. കൂടിയ നിരക്കിലുള്ള ഹൃദയമിടിപ്പ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിലെത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഘർഷണ ബലം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. അയൺ പൈറൈറ്റ്സ് ആണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ലാണ്. നെല്ല്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട് ഏത്? ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. അവസാനത്തെ ചോദ്യം, മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര്? മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.